സൽമാനെ എങ്ങനെ വിഷമിക്കാതെ, നിന്റെ മുഞ്ചത്ത് ഏതോ ഒരുത്തിന്റെ കൂടെ ഉണ്ട്, ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടെന്നാണ്ട് ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി അടക്കുന്നു. അല്ലേലും ഇതൊക്കെ പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. ആര് പ്രസവിച്ച? എടാ മോനെ, പ്രവാസ ജീവിതം. എടാ നീ ഇവനൊരു പെണ്ണാലോനായിട്ട് വന്നല്ലേ? അതൊന്ന് പോയി കണ്ടാ മതി. എന്റെ കുടുംബത്തിന് പറ്റിയ കുടുംബമാണോ? ഇത്രയും മഞ്ഞ കുടുംബം അല്ലേലും ഓക്കെ ആണ്. എടാ നീ എന്നെ കൊണ്ട് വീട്ടിൽ ചായ പിടിക്കാൻ പോയില്ല എന്തോ? അത് പെണ്ണിനൊക്കെയാണ്, പക്ഷെ പെണ്ണിന്റെ വാപ്പ വഴങ്ങളിലൊന്നും ബാപ്പ വഴങ്ങാൻ ഞാൻ അങ്ങനെ കൊണ്ടാ ഹണിമൂണിന് പോണത്. സമ്മതിക്കല്ലെന്ന്. നിന്നെ കാണാൻ ഒരു ബർക്കത്തിന്റെ കുറവുണ്ട്. കാണാൻ പോഷാഹാരത്തിന്റെ കുറവുണ്ടെന്ന് കേട്ടിട്ട് ഈ ബർക്കത്ത് ഈത്തപ്പഴൊക്കെ ഇത് എവിടുന്ന്? ഇക്ക അവിടെ അറബി എന്ത് പറയുന്നു? ഇടയ്ക്ക് സംസ്കൃതം പറയൂടാ. ഈ തമാശ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയണേക്ക. എന്തിനാടാ? ഞാൻ അപ്പ ചിരിക്കാം. അല്ലെങ്കിൽ ആഡിറ്റോറിയം ഒക്കെ ഉണ്ട്. എന്നിട്ട് നീ സാരി എടുത്തു വന്നില്ലേ? നിന്നെ അങ്ങ് കേട്ടാ. അല്ല, ഇവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എടാ അതിനല്ലേ ഇവന്റ് ബി. ഇവന്റ് ബി അവരൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാ. ഫെബ്രുവരി 8 പെരിന്തൽമണ്ണയിൽ വെച്ച് അവരൊരു വെഡിങ് എക്സ്പോ നടത്തുന്നുണ്ട്. അതായത് അവർ കല്യാണം നടത്തുവാണെങ്കിലുള്ള സ്റ്റേജ് ഡെക്കറേഷൻ, മേക്കപ്പ്, ഫോട്ടോഗ്രാഫി എന്നിന് ഫുഡ് വരെ നിനക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അന്ന് വരുന്ന ലക്കി ഡ്രോയിൽ സെലക്ട് ആവുന്ന ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഇവന്റ് അവർ ഫ്രീ ആയിട്ട് നടത്തിക്കൊണ്ടു. ഇനി നിന്റെ കാശിലെ തന്നെ അവർ EMI ആയിട്ട് കല്യാണം നടത്തി തരും. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്നാ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. പെണ്ണില്ല. അത് നമ്മൾ ഓർത്തില്ലേക്ക. അതവര് തരില്ലേ? കണ്ണ നിനക്ക് മാത്രമല്ല കണ്ണ കാശിന് പ്രശ്നം. കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും ഇത് തന്നെ പ്രശ്നം. യെസ്, എന്റെ പപ്പ 2 നേരം എനിക്ക് ഫുഡ് തരുന്നുള്ളൂ. ഒരു നേരം വേണേ പണിക്ക് പോവാൻ. You don't see my father? No. Very ugly. Ugly man in the പഞ്ചായത്ത്. കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു BMW ചോദിച്ചു. തെറ്റാണോ അത്? ഇറങ്ങി പോവാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. സി, നിന്റെ പപ്പയുടെ ആസ്പിഴും വെള്ളത്തിലാണ്. സോ വി ഷുഡ് മേക്ക് മണി. എടാ നമ്മൾ എല്ലാ കാര്യം പോസിറ്റീവായിട്ട് എടുക്കണം. നിന്റെ ലൈഫിൽ എന്താ പോസിറ്റീവ് ആയിട്ടുള്ളത്? ബ്ലഡ് ഓ പോസിറ്റീവ്. എന്റെ അതും AB നെഗറ്റീവാ. ഏട്ടാ നടന്ന വിയർക്കുന്ന ആളായിട്ടാ വല്ലോ താഴേട്ടാ. ഞങ്ങൾ കയ്യിൽ കാശ് കൊണ്ട് നടക്കാറില്ല. വി ആർ റിച്ച് കിഡ്സ്. ചേട്ടാ കുഴിമന്തി കഴിച്ചിട്ട് 2 ദിവസമായിട്ടാ. What? അപ്പൊ നീ മെനങ്ങാന്ന് കുഴിമന്തി കഴിച്ചു? We hadn't eat for last 2 months. ഈ ചേട്ടനെ കണ്ടറിയാം കാശുണ്ടെന്ന്. The bank have money. I have account the bank but no money. What about your account? I have only Instagram account. ചേട്ടാ ഗൂഗിൾ പേ നോവേ ഒള്ളി പ്രേ. ഓ എന്റെ QR കോഡ് ഉണ്ട് ഏട്ടാ. 1 മിനിറ്റ്. എന്റെ പൊന്നെ ഏട്ടാ, കോസ്റ്റ്യൂം മാത്രമേ വ്യത്യാസമുള്ളൂ. അവസ്ഥയൊക്കെ ഏതാണ്ട് സെയിം തന്നെ. എനിക്കെന്താ അവസ്ഥ? എന്റെ കാശുണ്ട്. ഞങ്ങളുടെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വല്ല പണിക്കും പോടാ. ഇല്ലെങ്കിൽ എന്റെ കൂടെ തെണ്ടാൻ വാ. Why should we? പെർ ഡേ 2500 കിട്ടും. Wow. അപ്പൊ monthly 75,000. Yeah. Any job opportunities? Actually, I'm looking for an assistant. I'm here. Give me the band again. Come. I got the job. I'm gonna fuck a millionaire. കോസ്റ്റ്യൂം മാറി തെണ്ട ഇറങ്ങിയാല് നടക്കണ്ടേ? എന്നാ BMW വാങ്ങിക്കുമ്പോ അതീവാ പ്രാരാബ്ദം അറിയും. ഞാൻ പോകുന്നു. ഇവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ പപ്പ വരൂലാട്ടാ, പപ്പ ഡെഡാണ്. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെത്തിരെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടങ്ങാ രണ്ടും പൊട്ടിയത്. എന്റെ പൊന്നു പപ്പ ഇവരിപ്പോ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉളപ്പാണ്. സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ കൊള്ളാല്ല. പിന്നെ തന്റെ ഈ മൂത്ത മോൻ ആ ജിണ്ടാപ്പി എന്താണ്? ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ, ഡെയിലി 3 പാക്കറ്റ് സിഗരറ്റ് ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ. അബ്ദുൽ കലാമിന്റെ അവാർഡ് വാങ്ങിച്ച പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറ്, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ എന്തെങ്കിലും ചെയ്യുവോപ്പാ? ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈയാ. എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? മച്ചാനെ, ഞാൻ ഇവരുടെ കഞ്ചാവ് എവിടുന്ന് ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ, ഞാൻ പച്ചിലുണ്ട് ജീവിച്ചോളാം മച്ചാനെ. മച്ചാൻ തെറിച്ച അപ്പൊ എന്റെ പിള്ളേര് വൈബല്ലേ, വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് നീ എന്ത് ചൊറയുണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്തി അല്ല മച്ചാനെ, മച്ചാൻ തെറിച്ചോ. അപ്പൊ ഫീസൊന്നും തരണ, ഞാൻ പഠിപ്പിച്ചോളാം. പോക്കോ. ഒരു കഞ്ചാവ് ഒറ്റയിരിപ്പിന് വലിക്കുന്നതായിരുന്നു.